അവര് പൈസക്ക് വേണ്ടിട്ടാ അപ്പുറോ ഇപ്പുറോ നിൽക്കുന്ന സ്ത്രീയാ. അവര് അനന്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. ആ പെണ്ണിന് വയറ്റിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഇനി കള്ളമാണോ? എങ്കിൽ പിടിച്ച് പോലീസ് കൊടുക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അവളും തള്ളയും കുറച്ചുനാൾ അകത്ത് കിടന്നേനെ. ഞാൻ അന്വേഷിച്ചപ്പോഴേ അവരുടെ പേരില് ഇപ്പൊ 10ഓ 14ഓ കേസ് കോടതി കിടപ്പുണ്ട്. ആ കൊച്ചു പ്രഗ്നന്റ് ആണെന്നുള്ളത് സത്യ. അവൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നേ. ആ തള്ള തന്നെ എന്നോട് പറഞ്ഞതാ. ഇവിടുന്ന് വൈകുന്നേരം ഹോസ്റ്റലിലേക്കാണെന്നും പറഞ്ഞിറങ്ങിയ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം. ബൈക്കിലും കാറിലും കേറി പോകുന്നത് ഋഷി എന്നെ പലതവണ കണ്ടിട്ടുണ്ട്. അവളെ ആ തള്ളയും കൂടെ എന്റെ വീട്ടിൽ കൊണ്ടിരുത്തി ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ തത്ത പറയുന്ന പോലെയല്ലേ പറഞ്ഞത്. കാശ് കൊടുത്ത് ഒതുക്കിയത് നന്നായി. പക്ഷെ ഈ കേസൊന്നും ഇവിടം കൊണ്ട് ഒതുങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അതുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടുവെക്കണം ഇപ്പൊ തന്നെ. അതെന്തുവാ? കല്യാണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് അവളെ ആ തള്ളയും ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തി അങ്ങ് ഒതുക്കണം. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ആ, അത് ഞാൻ നോക്കിക്കോളാം. മിനിസ്റ്റർ നമ്മുടെ ആളല്ലേ. അപ്പൊ ഈ ആൻസി എവിടെന്ന് പറഞ്ഞുവിടെയല്ലേ? അല്ലാതെ പിന്നെ ഇനി ഈ സ്ഥാപനത്തിൽ അവളെ കേറ്റോ? മോൻ സമ്മതിക്കോ? പല്ലവി സമ്മതിക്കോ? അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. അവളെ ഇവിടെ നമുക്ക് വേണം. അനന്തകൃഷ്ണന്റെ ഭാര്യ ഇവിടെ ജോലിക്കാരിയായിട്ട് തന്നെ വേണം. എന്റെ മോളി കുടുംബത്തിൽ വന്ന് കയറുന്നത് വരെയെങ്കിലും അവൾ ഇവിടെ തന്നെ വേണം. അത് കഴിഞ്ഞ് പിള്ളേര് തീരുമാനിച്ചോളും അവൾക്കിവിടെ എന്ത് പൊസിഷൻ കൊടുക്കണമെന്ന്. വക്കീൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ആൻസി ഇവിടെ വേണമെന്നല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. അനന്തു, അതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒരുപാട് ക്ലയൻസ് ഉണ്ട് എനിക്ക്. ഓരോ ദിവസം കഴിയും തോറും ഓൺലൈനിലും ഫേസ്ബുക്കിലും ഒക്കെ ആൾക്കാരുടെ അന്വേഷണം ഇങ്ങനെ കൂടിക്കൂടി വന്നോണ്ടിരിക്കുക. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയാ? അത് സിമ്പിൾ അല്ലേ. ആൻസിസ് ഡിസൈൻസ് എന്ന പേരിൽ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, അക്കൗണ്ടും തുടങ്ങുന്നു. നിന്റെ ക്ലയൻസ് അതേപോലെ നിന്റെ അടുത്ത് വരുന്നു. പിന്നെ അവര് നോക്കിക്കോളും. നീ വെറുതെ നിന്നു കൊടുത്താൽ മതി. പക്ഷേ ഈ ഹിമ കളക്ഷൻസ് പെട്ടെന്ന് ഇങ്ങനെ മാറുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അതിനെ പല രീതിയിൽ കാണില്ലേ അനന്തു? ഞാൻ ആ സ്ഥാപനമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലായോ അങ്ങനെയൊക്കെ? അതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ കൊടുക്ക? കറി വേണോടാ? ഒറ്റ മറുപടി തരും. ആരെയും ഒഴിവാക്കാനോ ഉപദ്രവിക്കാനോ ഒറ്റ വാക്ക് പോലും വേണ്ട. സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നു. ശമ്പളക്കാരിയായി നീങ്ങാൻ ഇനി ബുദ്ധിമുട്ടുണ്ട്. അതിലെല്ലാം ഉണ്ട്. ഹിമ കളക്ഷൻസിനെ നമ്മളായിട്ട് ട്രാഷ് ചെയ്യുന്നില്ല. ഈ ചേട്ടൻ ഇവിടെ വഴക്കുണ്ടാക്കുന്നു. ചപ്പാത്തി തരുന്നില്ല. അല്ലു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മോളിങ്ങി വന്നേ. ആമിക്കമ്മ പഴം തരാം. കൊണ്ടുവയ്ക്കും. എടോ, നമുക്കൊരു ബ്യൂട്ടിക്ക് അങ്ങ് തുടങ്ങാന്നേ. പ്രിയ നമുക്ക് അവിടുത്തെ സ്റ്റാഫ് ആക്കാം. നീ അവളും കൂടി ചേർന്ന് ആ സ്ഥാപനം അങ്ങ് വളർത്ത്. അവർക്ക് കൊടുക്കാനുള്ള മറുപടി ഇതൊക്കെയാ. അത്രയേ ഉള്ളൂ. ഇത്രയും ഉറപ്പുള്ള വാക്ക് മതി എനിക്ക്. പക്ഷെ ആ കേസിന്റെ കാര്യം നമ്മൾ ഇനി വിട്ടുകളഞ്ഞൂടാ. വക്കീലിനെ നാളെ കാണുന്നല്ലേ പറഞ്ഞു? നാളെ ഉച്ചയ്ക്ക് കോടതി കഴിഞ്ഞ് കാണാന്നാ പറഞ്ഞത്. ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞത്. ആ, കൊടുവള്ളിയാണല്ലോ. ആ, കൊടുവള്ളിയെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രൊഡ്യൂസ് അസോസിയേഷൻ സെക്രട്ടറി 1-2 ഇഷ്യൂസ് പറഞ്ഞിരുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസാ. എന്താ സംഭവം അന്വേഷിച്ചേക്കണേ. എന്റെ അനന്ത, ഇനി ഒന്നും അന്വേഷിക്കാനില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന് പറയുന്ന പോലെ അനന്തനെ അന്വേഷിച്ചു, അനന്തനെ കണ്ടെത്തി. ഒരു ബിഗ് പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറോ? സുധാകർജി. ആ, സുധാകർജിയോ? അയാള് വലിയ പ്രൊഡ്യൂസർ അല്ലേ? ഈ ഹിന്ദി പടങ്ങളൊക്കെ ചെയ്യുന്ന അത് വലിയ ബാനറല്ലേ? അതെ, അവർക്ക് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമെന്ന്. അനന്തന് ഇഷ്ടമുള്ള ഡയറക്ടറെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് കൈ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ ക്ലബിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടോ? ആ, അയക്കോ. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം. ഓക്കെ 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 ശരി. എന്താ കൊടുവിളി പറഞ്ഞേ? നമ്മുടെ സമയം വന്നു ചേരുവെന്നാ തോന്നുന്നേ. ഹിമ കളക്ഷൻസിൽ നിന്ന് ഇറങ്ങുന്നു, പുതിയ പ്രോജക്റ്റ് വരുന്നു, കേസിനൊരു വഴിത്തിരിവുണ്ടാകുന്നു.